നീ വരുന്നുണ്ടെങ്കിൽ കാറി കേറിക്കോ. അവളാണോ എന്നെ ലഞ്ചിന് വിളിച്ചത്? ഇത്ര പെട്ടെന്ന് ഇത്ര സ്നേഹം? എന്നെ വീണ്ടും അപമാനിക്കാനുള്ള പുതിയ വഴിയാണിത്? ഇല്ലെങ്കിൽ ഇതും ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ? വരണമെങ്കിൽ കേറിക്കോ. ഈ ഡിവൈസിന്റെ റിമോട്ട് എനിക്ക് കിട്ടുന്നത് വരെ ഇവരെ സഹിക്കേണ്ടി വരും. അതിനുശേഷം നമ്മുടെ വഴികൾ എന്നും വേറെയാകും. ഋഷ്, നീ ആകെ മെലിഞ്ഞു പോയല്ലോ. നിന്റെ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു മോനെ? അമ്മ നിന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക. എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. എന്നെ കുറിച്ച് വിഷമോ? എന്തിനാ വിഷമം? ഞാൻ ജീവനോട് ഇരിക്കുന്നതിനാണോ? അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞിട്ടും ഞാൻ എങ്ങനെ ജീവനോടെ തിരികെ വന്നുവെന്നാണോ? സർ, എന്തിനാ എന്നോട് ഇതൊക്കെ ചെയ്തത്? കാരണം നിന്റെ വീട്ടുകാർ മുകളിൽ നിന്ന് ഓർഡർ നൽകിയിരുന്നു കൃഷ് ഖന്നയെ നന്നായി നോക്കിക്കോളാൻ. നമ്മളാണ് വ്യാജ കേസ് ഉണ്ടാക്കി അവനെ ജയിലിൽ അയച്ചതെന്ന് ഇയാൾക്ക് മനസ്സിലായോ? ജിജു, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബമല്ലേ? നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനാവോ ഞങ്ങൾക്ക്? ഇൻഫാക്ട് നീ തിരികെ വരാൻ ഞങ്ങൾ 3 വർഷമായി കാത്തിരിക്കായിരുന്നു നിന്റെ ഡെഡ് ബോഡിക്ക്. നീ പറഞ്ഞത് ശരിയാ. ജയിലിൽ കിടന്നപ്പോ ഞാനും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന്. അനുഷ്ക കമ്പനിയിലെ 30% ഷെയർ എനിക്ക് നൽകുമെന്ന് പറഞ്ഞ ദിവസമാണ് ഞാൻ പെട്ടെന്ന് ജയിലിലെത്തിയത്. ശരിയല്ലേ? നിങ്ങൾ എന്താ കരുതിയത്? ഈ സത്യം ഞാൻ ഒരിക്കലും അറിയില്ലെന്നോ? മിണ്ടാതിരിക്കേ. ഞങ്ങൾ നിന്റെ മുതിർന്നവരാ. ഞങ്ങളുടെ മേൽ ഇങ്ങനെ ഒരു വ്യാജ ആരോപണം ഉന്നയിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അച്ഛാ, നിങ്ങൾക്ക് ആ മുതിർന്നവരുടെ ബഹുമതി അന്നേ നഷ്ടമായി. നിങ്ങളൊക്കെ എന്നെ പേടിച്ചിരുന്നു. ഞാൻ ഈ വീട്ടിൽ തുടർന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് എന്നെ ജയിലിൽ അയച്ചത്. അതാണ് സത്യം. എന്റെ അച്ഛനോട് അങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞങ്ങളുടെ സത്യം നിനക്കറിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അനുഷ്ക ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല. അനന്യ, മരുമകനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആദ്യം അവനോട് മാപ്പ് പറ. മാപ്പോ? ഒരിക്കലുമില്ല. ഇവന് മാപ്പല്ല, ഒരടിയാ വേണ്ടത്. ഡോണ്ട് ബി സോ റൂഡ് ദീദി. എന്റെ ബ്രദറിലോ ഇത്രയും വർഷം ജയിലിലായിരുന്നില്ലേ? അതായത് നമ്മളിൽ നിന്ന് അകന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പ്ലീസ്, ഇനിയൊന്നും പറയണ്ട. ഇയാള് നിന്നോട് എന്താ ചെയ്തേന്ന് മറന്നോ? ഇയാള് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, അപമാനങ്ങൾ സഹിച്ചു. ഇയാൾക്ക് മാപ്പോ കരുണയോ അർഹതയില്ല. നല്ലൊരു തല്ല വേണ്ടത്. മതി. ഇന്ന് അനുഷ്ക കൃഷിനെ പ്രത്യേക അതിഥിയായിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരും പഴയ കാര്യങ്ങൾ സംസാരിക്കരുത്. കൃഷ്, ഇത്തവണയും അനുഷ്കയെ നിരാശപ്പെടുത്തരുത്. പ്രത്യേകമായി ക്ഷണിച്ചെന്നോ? ഞാൻ ജയിലിലും മരിച്ചു കഴിഞ്ഞപ്പോ അനുഷ്ക എവിടെയായിരുന്നു? ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലും എന്തുകൊണ്ട് വന്നില്ല? ബ്രദറിലോ എന്താണെന്നറിയോ? വീട്ടിലാകെ പെട്ടെന്ന് ഒരുപാട് നെഗറ്റിവിറ്റി നിറഞ്ഞതുപോലെ. അപ്പോ അതൊക്കെ സാനിറ്റൈസ് ചെയ്ത് കളയാന്ന് കരുതി. ഈ ദിവസത്തിന് ശേഷം ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇനി ഉണ്ടാകില്ല. എല്ലാരും റെഡിയാണല്ലേ? വിഷമിക്കണ്ടമ്മേ. കൃഷി ജയിലിൽ നിന്ന് തിരികെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ സ്വത്തിൽ അവന് ഒരു പങ്കം കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ അവനെ ജയിലിലേക്കല്ല, നേരെ മറ്റൊരു ലോകത്തേക്കാണ് അയക്കുക.
മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ മുറിക്ക് ഒരു മാറ്റമില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞില്ല അനുഷ്ക. നിന്നെ സ്നേഹിച്ചതും നിന്നെ വിവാഹം കഴിച്ചതുമാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അനുഷ്ക, നീ എന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നെങ്കിൽ ഇത്രയും വേദന ഞാൻ അനുഭവിക്കാൻ നീ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. ഒരിക്കലും. ഈ മുറിയില് നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിലെ വസ്ത്രങ്ങൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ എന്നെ മാത്രം നീ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി. ഇതിനെല്ലാം ഒരു നാൾ നീ എനിക്ക് മറുപടി പറയേണ്ടി വരും അനുഷ്ക. തീർച്ചയായും പറയേണ്ടി വരും. അമ്മേ, കൃഷി തിരിച്ചെത്തിയോ? അതേ മോളെ, മരുമകൻ വന്നിട്ടുണ്ട്. അവൻ നിന്റെ മുറിയിലുണ്ട്. കൃഷ്, കൃഷ് എവിടെയാ നീ? കൃഷ്, കൃഷ് എവിടെയാ നീ? ബ്രദറില്ലോ, നിനക്ക് ചെവി കേൾക്കില്ലേ? ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? അനുഷ്ക ദീദി വന്നിട്ടുണ്ട്. ഇന്നും അനുഷ്കയെ അപമാനിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇത്തവണ ഞാൻ വെറുതെ വിടില്ല. താഴേക്ക് വാ. ദാ വരുന്നുണ്ട്. ഹലോ അനുഷ്ക മാം, സുഖമാണോ? അനുഷ്ക മാമോ? കൃഷ്, നമ്മുടെ ഇടയില് ഇത്ര ഫോർമാലിറ്റി എപ്പോഴാ വന്നത്? അനുഷ്ക കൂടി അറിഞ്ഞുകൊണ്ടാണോ അവനെ ജയിലിലടച്ചത്? അവളുടെ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഈ സ്നേഹത്തിന്റെ പിന്നിൽ എന്തായിരിക്കും? ഈ കഥയുടെ ബാക്കി അറിയാൻ കേൾക്കൂ ഗുലാം ഘർ ജമായി. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.